ഓഗസ്റ്റ് 1 ലങ് ക്യാൻസർ ഡേ ആയി ആചരിച്ചു വരികയാണ്. അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. എല്ലാ ക്യാൻസേഴ്സിനും ഇതുപോലെ ഓരോ ഡേയ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓഗസ്റ്റ് 1 ലങ് ക്യാൻസർ അവയർനെസ് ഡേ ആണ്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ഫോർ ലങ് ക്യാൻസർ അവയർനെസ് എന്നുള്ളതാണ്. അതായത് എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ലങ് ക്യാൻസറിനെതിരായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്താണ് ആക്റ്റീവ് ആൻഡ് പാസീവ് സ്മോക്കിംഗ്? ആക്റ്റീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്ട്ലി ഒരാൾ പുക വലിക്കുന്നതിനെയാണ് ആക്റ്റീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ വലിച്ച പുക കാരണം, അതായത് അതിന്റെ കാർസിനോജനിക് പ്രൊഡക്ട്സ് ലൈക്ക് നിക്കോട്ടിൻ ആണെങ്കിലും ശരി, ആൽക്കലോയിഡ്സ് ആണെങ്കിലും ഒക്കെ അവരുടെ ബോഡിയിലേക്ക് പോകുന്നതിനെയാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്നും പറയുന്നത്. ഇനി ഒരു തേർഡ് ഹാൻഡ് സ്മോക്കും കൂടെ ഉണ്ട്. അതായത് ഒരു റൂമിനകത്ത് ഒരാൾ സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ പാർട്ടിക്കിൾസ്, ഈ ഒരു കാർസിനോജനിക് പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പോൾ ടേബിളിലാവാം, അല്ലെങ്കിൽ എവിടെ സോഫയിലാവാം, അപ്പോൾ എവിടെയാണോ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻജസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇൻഹീൽ ആവാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതലായിട്ടും കുട്ടികൾക്കും നിയോനേറ്റ്സിനൊക്കെയാണ് കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. അവരറിയാണ്ട് പോലും ആ ഒരു എൻവയോൺമെന്റിൽ താമസിക്കുന്ന സമയത്ത് അവർക്ക് ഈ സ്മോക്ക് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതിനെയാണ് തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസീവ് സ്മോക്കിംഗ് എത്രത്തോളം ക്യാൻസറിന് കാരണമാവുന്നുണ്ട്? അത് ഇപ്പോഴത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 35% കുട്ടികൾക്ക് ലങ് ക്യാൻസർ ഉണ്ടാവുന്നത് ഈ പാസീവ് സ്മോക്കിംഗ് കാരണമാണ്. അതുപോലെ തന്നെ 35% ഫീമെയിൽസിന് ലങ് ക്യാൻസർ ഉണ്ടാവുന്നത് പാസീവ് സ്മോക്കിംഗ് കാരണമാണ്. മെയിൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 40% പാസീവ് സ്മോക്കിംഗ് കാരണമാണ് ലങ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ പല ചെയിൻ സ്മോക്കേഴ്സിനും ഉള്ള ഒരു സംശയമാണ്, എത്ര പുകവലിച്ചാലാണ് അവർക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് എന്നുള്ളത്. ഇത് പലരും വന്ന് പറയുന്ന കാര്യമാണ്. അവർ കുറേ കാലം പുകവലിച്ചിട്ടുണ്ടായി, അവർക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല, ഞാനിപ്പോൾ ഒരു 5 years ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടുള്ളൂ, പക്ഷെ എനിക്ക് അസുഖം വന്നു എന്നുള്ളത്. അപ്പൊ ഇത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. അതായത് അവരുടെ ഇമ്മ്യൂണിറ്റി, എത്രത്തോളം കാർസിനോജനിക് പ്രോഡക്റ്റ് ഉള്ളിൽ പോയിട്ട് അവർക്ക് DNA മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിക്കുന്നു, ഇതിനൊക്കെ അനുസരിച്ചിട്ട് മാറാറുണ്ട്. അപ്പോൾ അതിനൊരു കറക്റ്റ് ഉത്തരമില്ല. പലർക്കും പല രീതിയിലാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സ്മോക്ക്ലെസ് ഫോം ഓഫ് ടൊബാക്കോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ഇപ്പൊ വളരെ കാഷ്വൽ ആയിട്ട്, അതായത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ തന്നെ ഈ കൂടുതലായി യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ് ഈ സിഗരറ്റ്. അപ്പൊ അത് എത്രത്തോളം അപകടകാരികളാണെന്നുള്ളത് പറയാം. അത് ഇപ്പോഴത്തെ എല്ലാവരുടെയും വിചാരം, നമ്മൾ കാണുന്ന ചിത്രങ്ങളിലൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ബീഡി എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സ്മോക്ക്ലെസ് ഫോം ഓഫ് ടൊബാക്കോസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാൻ പരാഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ അപകടകാരിയാണ്. അതേപോലെ തന്നെ ഈ സിഗരറ്റ്സ് ആണെങ്കിലും അതിനകത്ത് വരുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ വേപ്പിംഗ് പോലത്തെ ഈ ഒരു പ്രൊസീജിയർ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് എല്ലാവരും വിചാരിക്കുന്നത് ഈ സിഗരറ്റ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ കുറവാണ് അതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ സ്മോക്കിംഗ്, സാധാ കൺവെൻഷണൽ സ്മോക്കിംഗ് പോലെ തന്നെ അപകടകരമാണ് ഈ സ്മോക്കിംഗ് അഥവാ ഈ വേപ്പിംഗ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഈ ലങ് ക്യാൻസറിൽ പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ചുമയാണ് കൂടുതലായിട്ട് കാണാം. അതായത് 2 ആഴ്ചയിൽ കൂടുതലുള്ള ചുമയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചുമച്ച് നമ്മുടെ സ്പ്യൂട്ടത്തിൽ എന്തെങ്കിലും ബ്ലഡ് പോലെ കാണുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പെട്ടെന്നുള്ള വെയിറ്റ് കുറയുന്നത്, പനി കൂടുതലായിട്ട് വരുന്നത്, വിശപ്പില്ലായ്മ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ലങ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. ലങ് ക്യാൻസർ ദിനത്തിൽ നമ്മുടെ സമൂഹത്തിനോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ലങ് ക്യാൻസർ നമ്മൾ കോമൺലി സ്ക്രീനിങ് ഒന്നും ചെയ്യാറില്ല അധികം. കാരണം വെച്ചാൽ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും ശരി, സെർവൈക്കൽ ക്യാൻസർ ഒക്കെ റുട്ടീൻലി സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലങ് ക്യാൻസർ നമ്മൾ ഇന്ത്യയിൽ എസ്പെഷ്യലി റുട്ടീൻ സ്ക്രീനിങ് നടക്കുന്നില്ല. അപ്പൊ അത് കുറച്ചും കൂടെ കൂട്ടാവുന്നതാണ്. അതായത് ഇയർലി വൺസ് എങ്കിലും ഒരു സ്ക്രീനിങ് ചെയ്യാന്നുള്ളത്. അതിപ്പോ എസ്പെഷ്യലി സ്മോക്ക് ചെയ്യുന്ന ആളുകൾ എന്താണെങ്കിലും പോയിട്ട് സ്ക്രീൻ ചെയ്യണം. കാരണം നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത അത്രയധികം കൂടുതലാണ്. അതുപോലെ തന്നെ സ്മോക്കിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്മോക്ക് ചെയ്യാത്തവർ ഒരിക്കലും സ്മോക്കിംഗ് തുടങ്ങാതിരിക്കുക. സ്മോക്ക് ചെയ്യുന്ന ആളുകൾ അത് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ക്വിറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് മാർഗങ്ങളുണ്ട്. സയന്റിഫിക് മെത്തേഡ്സ് തന്നെ സീക്ക് സയന്റിഫിക് ഹെൽപ്പ് സീക്ക് അതായത് ടൊബാക്കോ സെസേഷൻ ക്ലിനിക്കോ ടൊബാക്കോ സെസേഷൻ സ്പെഷ്യലൈസേഷൻ ചെയ്ത ഒരാളുടെ കൗൺസിലിങ്ങോ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ അത് ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ സ്ക്രീനിങ് ചെയ്യാം.
ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്ത് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അത് കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ ലോ ഡോസ് CT ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലങ് ക്യാൻസർ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ എസ്പെഷ്യലി ഈ നല്ലോണം സ്മോക്കിന് എക്സ്പോഷർ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സ്ക്രീനിങ്ങുകൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു റീസെന്റ് സ്റ്റഡീസ് പ്രകാരം 15% ഓഫ് ഈ ഒരു ലങ് ക്യാൻസർ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മളുടെ എൻവയോൺമെന്റിനെ മാക്സിമം സേഫ് ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ എൻവയോൺമെന്റിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പൊ ഈ രീതികളൊക്കെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ലങ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു അവയർനെസ് ബാക്കി ആളുകളിലേക്കും എത്തിക്കുക.